നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും. പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കോർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാലുൽപ്പന്നങ്ങൾ തുടങ്ങി 50-ൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടംപാടം, വണ്ടൂർ. നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ നിക്ഷേപകർക്കൊപ്പം ഉണ്ടാകുമെന്ന് PV അൻവർ MLA. സംസ്ഥാന സർക്കാരിന് പരാതി നൽകുന്നതിനൊപ്പം കോടതിയെയും സമീപിക്കുമെന്നും പണം നഷ്ടപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് തുടർ നടപടിയിലേക്ക് നീങ്ങുമെന്നും MLA പറഞ്ഞു. പണം നഷ്ടമായവരെ നിലമ്പൂരിലെത്തി കണ്ട ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 100ഓളം നിക്ഷേപകരാണ് MLAയെ കാണാനെത്തിയത്. നമ്മുടെ നാട്ടിൽ ചിട്ടികൾ ഉൾപ്പെടെ സ്വകാര്യ കമ്പനികളും വ്യക്തികളും പണമിടപാട് സ്ഥാപനങ്ങൾ തുടങ്ങണമെങ്കിൽ നിലവിലെ ചട്ടങ്ങൾ പാലിച്ചായിരിക്കണമെന്നും MLA പറഞ്ഞു. അല്ല, അതിലിപ്പോ ഈ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണവര് ഇത് തോന്നുന്നു 1000-500ഓളം ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അവർ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി സർക്കാരിന് പരാതി കൊടുക്കണം. അതോടൊപ്പം തന്നെ അവര് കോടതിയെ സമീപിക്കണം. ഈ 2 കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. പിന്നെ ഈ പറയുന്ന കാരാട്ട് കുറീസിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത് കോടതി വഴി അത് അറ്റാച്ച് ചെയ്യിക്കുക. ഇനി അത് വിറ്റുപോകാതിരിക്കുക. അത് അറ്റാച്ച് ചെയ്യണമെങ്കിൽ കോടതി അത് ബോധിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ പരാതി കൊടുത്ത് പോലീസ് FIR ഇട്ടാൽ FIR ബേസ് ചെയ്തുകൊണ്ട് ഈ ആക്ഷൻ കൗൺസിലിൽ കോടതിയിൽ പോകാം. അതിന്റെ മുകളിൽ ഒരു അറ്റാച്ച്മെന്റ് വാങ്ങാൻ പറ്റുമെന്ന് പരിശ്രമിക്കുക. അതാണ് ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ അടിയന്തരമായിട്ട് വരെ ചെയ്യേണ്ടത്. മറ്റൊക്കെ പിന്നെ അതിന്റെ ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് അല്ല, ഇവിടെ ഒരുപാട് ഇപ്പൊ ഈ പറഞ്ഞ ചട്ടങ്ങൾ നിയമം ലംഘിച്ച് എത്രയോ ഫൈനാൻഷ്യൽ തട്ടിപ്പ് ഇവിടെ നടന്നത്. എത്ര 1000 കോടി, നമ്മളിവിടെ തന്നെ 1500 കോടി പൂക്കോട്ട് പടത്ത് തട്ടിപ്പ്. എത്ര എണ്ണം ഡെയിലി ആളുകൾ ഇതിന് പൈസ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ. അഡ്വാൻസ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പൊ വേഗം ലാഭം കിട്ടുന്ന പറയുമ്പോൾ എന്തെങ്കിലും കയ്യിലും കാവിലും ഒക്കെ വിറ്റിട്ട് കൊണ്ടേ കൊടുക്കും. അത് ഇങ്ങനത്തെ ആളുകൾക്ക് വളരെ സൗകര്യമാണ്. അപ്പൊ അതിന് ആളുകളെ ഈ ചൂഷണം ചെയ്യുന്നതിനെ നിയമപരമായിട്ട് അതിനെ നേരിടേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. സർക്കാരിന് മുന്നിൽ ഇങ്ങനത്തെ കേസ് എത്ര പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അതിനൊരു സ്റ്റഡി നടത്തിയിട്ട് എങ്ങനെ ഇത് തടയാമെന്നുള്ളൊരു പരിശോധന പോലും നടന്നിട്ടില്ല. ഇപ്പം നിലവിലുള്ള നിയമവ്യവസ്ഥകള് ഇത് തികയില്ല എന്നാണല്ലോ ഈ പിന്നെയും ആവർത്തിച്ചുള്ള തട്ടിപ്പുകൾ തെളിയിക്കുന്നത്. അപ്പൊ അതിനെ എങ്ങനെ അതിനെ നേരിടാം എന്ന് നിയമവ്യവസ്ഥയിൽ അതെങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കേണ്ടത്. നിലമ്പൂരിന് സമാനമായ തട്ടിപ്പുകൾ പലയിടത്തും വ്യാപകമാകുമ്പോഴും സർക്കാരും വകുപ്പുദ്യോഗസ്ഥരും കാണിക്കുന്ന അലംഭാവവുമാണ് ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാൻ കാരണമെന്നും MLA കുറ്റപ്പെടുത്തി. നിലമ്പൂരിലെ കാരാട്ട് കുറീസിലും ധനക്ഷേമ നിധിയിലുമായി നിക്ഷേപകർക്ക് നൽകാനുള്ളത് 10 കോടി രൂപയുണ്ടെന്ന് ഈ ബ്രാഞ്ചുകളിലെ മാനേജർമാരും MLAയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. രാവിലെ കണ്ട സ്വപ്നം ബലിക്കോ മുത്തശ്ശി? അതറിയില്ല, പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോളുടെ അരികിൽ തന്നെ ഉണ്ട്. അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ. ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ്, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.